ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന എൻ്റെ ഒരു 3 to 4 ഇയർ ഗ്യാപ്പിലെ ഒരു ട്രേഡിംഗ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ആദ്യമായിട്ട് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2019 എൻ്റെ ഫോട്ടോഗ്രാഫിയിൽ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ പതിയെ ട്രേഡിങ്ങിലോട്ട് ഒരു പാസീവ് ഇൻകം കൂടെ വേണമെന്ന് തോന്നിയപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് ട്രേഡിങ്. ആദ്യം പറഞ്ഞാൽ എനിക്കൊരു വാച്ച് വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ആ വാച്ചിനൊന്ന് ഓൾമോസ്റ്റ് 10,000 റുപ്പീസ് വിലയുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് ആ വാച്ച് വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അങ്ങനെ ഒരു എക്സ്ട്രാ ഇൻകം കൂടെ വേണമെന്ന് വിചാരിച്ച് ട്രേഡിങ് പഠിച്ച് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. എന്നെ ട്രേഡിങ് പഠിപ്പിച്ചതെല്ലാം എൻ്റെ ഒരു കസിനാണ്. അവൻ്റെ ഒരു അനന്ത് വിജയൻ എന്നാണ്. അവനാണ് എനിക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. ഞാൻ ആദ്യമായിട്ട് മേടിച്ച സ്റ്റോക്ക് ജുബിലൻ്റ് എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. അത് ഡൊമിനോസ് പിസേൻ്റെ ഇവിടെ ഇന്ത്യയിലുള്ള ഫ്രാഞ്ചൈസി ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. അത് അന്ന് 3,000 സംതിങ് എന്തോ ആയിരുന്നു. അന്ന് ഞാൻ ഒരു സ്റ്റോക്കാണ് മേടിച്ചത്. അന്ന് അതിൻ്റെ വില അന്ന് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത വില 3,500 ആയിരുന്നു. പിന്നെ പതിയെ ക്യാപിറ്റൽ 10,000 ആക്കി, പിന്നെ 25,000 ആക്കി. ഞാൻ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്താണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന വരെ 4 lakh എബോ വരെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു എമൗണ്ടാണ്, ആക്ച്വലി വലിയൊരു എമൗണ്ടായിട്ടല്ല പറയുന്നത്, എന്നെ സംബന്ധിച്ച് വലിയൊരു എമൗണ്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓപ്ഷൻ തുടങ്ങി ക്യാപിറ്റൽ 5-6 പ്രാവശ്യം എൻ്റെ വൈപ്പ് ഔട്ട് ഉണ്ട്. 5-6-7 പ്രാവശ്യം വൈപ്പ് ഔട്ട് ആയി പോയിട്ടുണ്ട്. അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ, 8-9 പ്രാവശ്യമെങ്കിലും പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. കാരണം ഓപ്ഷൻ നമ്മൾ തുടക്കക്കാരെന്ന നിലയിൽ ഞാൻ വരുമ്പോൾ ഭയങ്കര ടഫായിരുന്നു. ടഫെന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഗ്രീഡി ആയിരുന്നു, ഭയങ്കര ഹോപ്പായിരുന്നു. ഇത് ഒരുപാട് കയറും, ഒറ്റ ദിവസം കൊണ്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കാം, 2 ദിവസം കൊണ്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കാം, ഓവർനൈറ്റ് പൊസിഷൻ ഹോൾഡ് ചെയ്താൽ ലക്ഷങ്ങൾ ഉണ്ടാക്കാം. അങ്ങനത്തെ ഒക്കെ കുറേ ഹോപ്പിൽ വെച്ചിട്ടാണ് ഞാൻ ഓപ്ഷനിലേക്ക് കുറേ ലോസ് വന്നിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ടായില്ല, പ്ലാൻ ഉണ്ടായില്ല, പ്രോഫിറ്റ് വന്നാൽ എക്സിറ്റ് ആവില്ല, കയറും വിചാരിച്ചിരിക്കും, എന്നിട്ട് ലോസിൽ എക്സിറ്റ് ആവും. അങ്ങനെ 1-2 ദിവസം നമുക്ക് ഒരാഴ്ച നമ്മൾ പ്രോഫിറ്റിൽ പോകും. 6ാമത്തെ ദിവസം എനിക്ക് കുറച്ചുകൂടെ ഉണ്ടാക്കണമെന്ന് തോന്നും. അപ്പോൾ അത് ഗ്രീഡി ആയിട്ട് മാറും. അപ്പോൾ അത്ര ദിവസം ഉണ്ടാക്കിയത് പോകും. അപ്പോൾ പിന്നെ ആകെ നമ്മുടെ ഇമോഷണൽ കൺട്രോൾ ഫുള്ള് ലോസ്റ്റ് ആവും. പിന്നത്തെ വരും 2-3 ദിവസങ്ങൾ ട്രേഡ് ചെയ്യുന്ന ദിവസങ്ങളിൽ നമ്മുടെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആവുന്ന രീതിയിലാണ് ഞാൻ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം നമുക്കത് ഇത്ര ദിവസം ഉണ്ടാക്കിയതും പോയി, കയ്യിലുള്ളതൊന്നും പോയി എന്ന് പറയുമ്പോൾ നമുക്ക് ഇമോഷണൽ കൺട്രോൾ ഭയങ്കര പാടാണ്. പിന്നെയാണ് മനസ്സിലാക്കി വന്നത്. പിന്നെ മനസ്സിലാക്കാൻ എനിക്ക് ഇയേഴ്സ് എടുത്തു സ്റ്റോപ്പ് ലോസൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ട്രേഡ് ചെയ്യാൻ. ഇപ്പോഴും എനിക്ക് അങ്ങനെ വലിയ കുഴപ്പമില്ല, ഇപ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് തന്നെ പറയാം. ഈ അടുത്ത് തന്നെയാണ് ഞാനൊന്ന് മാറിയത്. കുറേ നാളത്തെ എക്സ്പീരിയൻസ് ആയിട്ടാണ് അത് വന്നത്. കാര്യം കേൾക്കുമ്പോൾ എളുപ്പമാണ് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്താൽ പോരെ എന്നൊക്കെ. പക്ഷെ അത് കുറച്ച് റിയൽ ലൈഫിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് എപ്പോഴും തോന്നിയേക്കുന്ന ഒരു കാര്യം, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണെങ്കിൽ, ഓൾവേസ് സ്റ്റിക്ക് ടു ദ പ്ലാൻ. നമ്മളൊരു ട്രേഡ് എടുക്കുന്നതിന് മുന്നേ നമുക്ക് എത്ര രൂപ പ്രോഫിറ്റ് വേണമെന്നുള്ളൊരു ഇത് വേണം, നമുക്ക് എവിടെ എക്സിറ്റ് ആവണമെന്നുള്ളൊരു വ്യൂ വേണം. ഇത് രണ്ടും ഇല്ലാതെ ദയവ് ചെയ്ത് ആരും ട്രേഡ് ചെയ്യരുത്. എൻ്റെ ഒരു അനുഭവം മാത്രമാണ് ഞാൻ പറയുന്നത്. ബാക്കിയുള്ളവരുടെ കാര്യം ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അത് നല്ലൊരു പ്ലാനാണ് ആക്ച്വലി. എന്നാലേ നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ വലിയൊരു കാര്യമാണ് മാർക്കറ്റിൽ. ഇപ്പോൾ ഒരു ദിവസം എന്നെ സംബന്ധിച്ചുള്ള ഒരു ദിവസം എനിക്കൊരു 3,500 വരെ ലോസ് സഹിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരും. അത് എൻ്റെ കയ്യിലുള്ള ക്യാപിറ്റലൊക്കെ അനുസരിച്ചിട്ടാണ്. അല്ലെങ്കിൽ 2,000 ആ റേഞ്ച്, 1,500 ഡിപ്പെൻസ് ആണ്. അപ്പോൾ എത്രയാണെങ്കിൽ തന്നെ, ഇപ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് 500 ആയാലും ശരി, 100 ആയാലും ശരി, ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി കഴിഞ്ഞാൽ, ഹിറ്റാവുക മീൻസ് നിങ്ങൾ ആ 100 റുപ്പീസ് ലോസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എക്സിറ്റ് ആവുക എന്നുള്ളതാണ്. നിങ്ങളുടെ പ്ലാനിലോട്ട് എപ്പോഴും സ്റ്റിക്ക് ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ 100 രൂപ ലോസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ എൻ്റെ സ്റ്റോപ്പ് ലോസ് 500 ആയിരിക്കും. അതെനിക്ക് കേട്ടോ, എൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് 3,500 ആണെന്ന് വിചാരിക്കുക. ഞാൻ 3,500 കൊടുക്കില്ല. അത് ലാസ്റ്റ് 4,500 പോകും, 5,000 പോകും, 6,000 പോകും, 8,000 പോകും. അത് അന്നത്തെ ട്രേഡ് മാത്രം. ഇനിയിപ്പോൾ അത് ഓവർനൈറ്റ് പൊസിഷൻ ഹോൾഡ് ചെയ്താൽ ചിലപ്പോൾ 8,000 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പിറ്റേ ദിവസം ഓപ്പൺ ആകുമ്പോൾ തന്നെ 16,000 ലോസിലായിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ ആലോചിക്കും, 3,500 റുപ്പീസ് നമുക്ക് എക്സിറ്റ് ആയാൽ മതിയായിരുന്നല്ലോ എന്ന്. അപ്പോൾ എപ്പോഴും സ്റ്റോപ്പ് ലോസ് നമ്മുടെ ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇങ്ങനെ പോവുക. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകുമ്പോൾ വിഷമിക്കാതിരിക്കുക. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകുമ്പോൾ വിഷമിക്കാതിരിക്കാൻ തന്നെ നിങ്ങൾ നല്ലൊരു ട്രേഡർ ആയെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. എൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. കാര്യം 1-2 സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകുമ്പോൾ വിഷമമാവും. പിന്നെ മാക്സിമം നമുക്കത് മാർക്കറ്റ് ഇങ്ങനെയാണെന്ന് നമ്മൾ അഡാപ്റ്റ് ആവും. നമ്മുടെ തുടക്കം വരുമ്പോഴുള്ള വലിയൊരു സംഭവം അങ്ങനെയൊന്നും അല്ല എന്നുള്ളൊരു തിരിച്ചറിവ് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം.
ഇത് അങ്ങനത്തെ ഒരു ബിസിനസ്സായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതാണ്. ചില ദിവസം നഷ്ടം വരും, ലാഭം വരും, പിറ്റേ ദിവസം നഷ്ടമായിരിക്കും. അപ്പോൾ നഷ്ടം വരുമ്പോൾ പരമാവധി നമ്മുടെ നഷ്ടം കുറയ്ക്കുക എന്നുള്ള കാര്യം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ മാർക്കറ്റിൽ. നമ്മൾ മാർക്കറ്റിനോട് വാശി പിടിച്ചിട്ട് ഒരു കാര്യമില്ല, നമ്മുടെ ക്യാപിറ്റൽ വാഷ് ഔട്ടായി പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഓരോ എക്സ്പീരിയൻസ്. അപ്പോൾ വരും വീഡിയോസിലൊക്കെ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ഹാപ്പി ട്രേഡിങ്.